ഭഗവതി ക്ഷേത്രത്തിന്റെ കാള അയച്ചന്നെ ഇവിടെ സാധനം എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കച്ചേരിപ്പടി ടൗൺ കമ്മിറ്റിന്റെ കാളാണ്. അതുപോലെ ഈ ഒരു പ്രോഗ്രാം കച്ചേരിപ്പടി ടൗൺ കാള കൊണ്ടുവന്ന കാണണ്ടേ. അത്രയും അടിപൊളിയുള്ള സാധനം അവിടെ വന്നിട്ടുള്ളത്. അതിലെ കമ്മിറ്റി ഭാരവാഹികളുണ്ട്. 3 കൊല്ലമായിട്ട് തുടർച്ചയായിട്ട് 3 കൊല്ലമായിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് ഇപ്രാവശ്യം ഒന്നുകൂടി ഉഷാറാക്കി. എന്താ അഭിപ്രായം? 3 കൊല്ലമായിട്ട് ഇപ്പൊ 3ാമത്തെ കൊല്ലാണ്. ഇപ്പൊ ഞങ്ങള് നല്ല ഉഷാറായിട്ട് പോവാണ്. അന്ന് വൈകുന്നേരം ഇവിടെ പരിപാടി രാത്രി രാത്രി പല പരിപാടികൾ. നേരത്തെ നമ്മള് 2 ദിവസം മുന്നേ നമ്മൾ പരിപാടി സ്റ്റാർട്ടാക്കി. പറയാൻ ഇന്ന് 13-ാം തീയതി നമ്മൾ ഉത്സവം. 12-ാം തീയതി കച്ചേരിപ്പടി ടൗണ് തമർത്ത പോണ ഒരു ഇത് പറയാനില്ല നമുക്ക്. നമ്മളെല്ലാരും നല്ല ഒത്തൊരുമയിലാണല്ലേ. എല്ലാരും ഭയങ്കര ഒത്തൊരുമയിലായിരിക്കും. ജാതിയില്ല നമ്മുടെ ഈ പരിപാടി കൊണ്ടുപോകണേ മജബൂത്താക്കി പോകണം. അത് തന്നെ. എപ്പോഴാണ് നമ്മൾ സ്റ്റാർട്ടാക്കുക? നാളെ വൈകിട്ട് ഒരു 3-3:30 കച്ചേരിപ്പടി ടൗൺ നമ്മൾ സ്റ്റാർട്ടാക്കി പത്തുമൂച്ചി പോയി. പത്തുമൂച്ചിൽ അരമണിക്കൂറോളം അവിടെ നിൽക്കും. അവിടുന്നാണ് നമ്മുടെ പരിപാടി സ്റ്റാർട്ടാക്കി. സ്റ്റാർട്ടിങ് 10 അതുപോലെ തന്നെ തലേന്ന് പരിപാടി ഉണ്ട്. അതായത് ഇന്ന് രാത്രി എന്തൊക്കെ പരിപാടി നമ്മളെ പറമ്പിൽപ്പടി BRK അട്ടപ്പാടി അത് ഗംഭീര തമർത്തും കത്തിക്കും. അത്രേ ഉള്ളൂ. അതോടൊപ്പം തന്നെ ഒരു കോൽക്കളി ഉണ്ട്. സ്റ്റേറ്റ് കയറിയ നല്ല അടിപൊളി ടീം ഉണ്ടല്ലോ കൊണ്ടോട്ടി. അടിപൊളി കോൽക്കളി ഉണ്ട്. എല്ലാവരും ഈ പരിപാടിക്ക് നമ്മളെ പ്രത്യേകിച്ച് ഇന്ന് രാത്രി നാളെ പറയണ്ട എല്ലാവരും ഉണ്ടാവും. പ്രത്യേകിച്ച് ഇന്ന് രാത്രി കച്ചേരിപ്പടി ടൗൺ കാള കമ്മിറ്റിയുടെ ഒരു സ്വാഗതം എല്ലാവരും നമ്മൾ ക്ഷണിക്കുകയാണ്. ഉഷാറാണ് അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം കുറച്ചും കൂടി വലുപ്പമാണല്ലോ. അത്യാവശ്യം വലുപ്പമുണ്ടല്ലോ. വലുപ്പമുണ്ട്.